അസ്ഥിരതയും സുരക്ഷാ സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ചൈന തങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയാണ്. മാർച്ച് 5 പ്രഖ്യാപനമനുസരിച്ച് ചൈന 2026 പ്രതിരോധ ബജറ്റ് 7% വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി ചൈന നിലനിർത്തിയിരുന്ന വാർഷിക 2.2% വർധനവിനേക്കാൾ അല്പം കുറഞ്ഞ ആനുപാതിക വർധനവാണിത്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ ചൈനയുടെ പ്രതിരോധ ബജറ്റ് പ്രഖ്യാപനത്തിന് സാധാരണയായി ലഭിക്കുന്നത്ര വലിയ കോലാഹലവും അന്താരാഷ്ട്ര ശ്രദ്ധയും ലഭിച്ചില്ല. മാത്രമല്ല, സമീപ മാസങ്ങളിൽ വെനസ്വേലയിലും ഇറാനിലും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് രാഷ്ട്രീയ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടതും ചൈനയുടെ റിഫൈനറികളിലേക്കുള്ള എണ്ണയുടെ സ്വതന്ത്രമായ ഒഴുക്കിനെ ബാധിച്ചതും ചൈനയുടെ സുരക്ഷാ കണക്കുകൂട്ടലിനെ ബാധിച്ചു. ദേശീയ സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രതിരോധ ബജറ്റ് ക്രമീകരിക്കുന്നത് ഒരു പരമാധികാര അവകാശമാണെന്ന് ചൈന വാദിക്കുന്നു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ പരമാധികാരം, സുരക്ഷ, വികസന താൽപര്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനായി സൈനിക ചിലവുകൾ സ്ഥിരവും മിതവുമായ വളർച്ച നിലനിർത്തുന്നുവെന്നും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ഔദ്യോഗിക സംസ്ഥാന മാധ്യമമായ സിൻഹുവ പറഞ്ഞു. സൈനിക ചിലവിലെ 7% വർധനവോടെ ബജറ്റ് വരും വർഷത്തിൽ 1.91 ട്രില്യൺ യുവാൻ ആയി ഉയരും. ഇത് ഏകദേശം $277 ബില്യൺ തുല്യമാണ്. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലെ വിഹിതം, പ്രതിശീർഷ പ്രതിരോധ ചിലവ്, സൈനിക ഉദ്യോഗസ്ഥർക്കുള്ള പ്രതിരോധ ചിലവ് എന്നിവയുൾപ്പെടെ പ്രധാന ആപേക്ഷിക സൂചകങ്ങളിൽ പ്രതിരോധ ചിലവ് താരതമ്യേന മിതമായി തുടരുന്നുവെന്ന് സർക്കാർ അവകാശപ്പെട്ടു. ബീജിംഗിൽ നടന്ന 14ാമത് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 2 സെഷനുകൾ എന്നറിയപ്പെടുന്ന 2 മീറ്റിംഗുകൾ ഒന്നാണിത്. മറ്റൊന്ന് 2000+ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചൈനീസ് പീപ്പിൾസ് പൊളിറ്റിക്കൽ കൺസൾട്ടേറ്റീവ് കോൺഫറൻസുമായി ബന്ധപ്പെട്ടതാണ്. ഈ വർഷത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ മീറ്റിംഗാണ് 2 സെഷനുകൾ. മാർച്ച് 5 അതേ ദിവസം നടന്ന ഒരു യോഗത്തിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി, പീപ്പിൾസ് ആംഡ് പോലീസ് എന്നിവയിലെ അംഗങ്ങൾക്ക് ഉന്നത സമിതിയായ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ യിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചു. ശ്രദ്ധേയമായ കാര്യം, മുറിയിലെ വലിയ മേശയിൽ 2 പേർ മാത്രമേ ഇരുന്നിരുന്നുള്ളൂ. ഷീ വൈസ് ചെയർമാൻ ജനറൽ ഷാങ് ഷെങ്മിൻ. 2012 ഷീ CMCയുടെ ചെയർമാനായപ്പോൾ CMCയിൽ 11 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 എണ്ണം മാത്രമേ ഉള്ളൂ. ഷിയും ഏകാന്തത അനുഭവിക്കുന്ന ഷാങ്ങും. കാരണം അഴിമതി വിരുദ്ധ പ്രചാരണം എന്ന് അദ്ദേഹം വിളിക്കുന്ന ഒരു പ്രചാരണത്തിൽ PLAയിലെ ഉയർന്ന റാങ്കുകളുടെ പ്രക്ഷുബ്ധമായ ഒരു ശുദ്ധീകരണത്തിന് ഷീ മേൽനോട്ടം വഹിച്ചു. അടുത്തിടെ നടന്ന ക്രൂരമായ ഈ കൂട്ടക്കൊലയിൽ 2 CMC അംഗങ്ങളായ ജനറൽ ഷാങ് യുക്സിയെയും ജനറൽ ഹി വെയ്ഡോങ്ങിനെയും പിടികൂടി. ഇരുവരും നിഗൂഢമായ തെറ്റുകൾ ചെയ്തതിന് തടവിലാക്കി. 2 അംഗങ്ങൾ മാത്രം ശേഷിക്കുന്നതിനാൽ CMC ആദ്യം ഉദ്ദേശിച്ചതുപോലെ പ്രവർത്തിക്കുമെന്നും സങ്കല്പിക്കാൻ പ്രയാസമാണ്. കാരണം ഷീ അതിനെ പൊള്ളയാക്കി ഇപ്പോൾ പൂർണ്ണമായും ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. 2022 മുതൽ ഷീ ജിൻപിങ് 101 മുതിർന്ന PLA നേതാക്കളെ പിരിച്ചുവിട്ടിട്ടുണ്ടെന്നും US ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് കണക്കാക്കിയിട്ടുണ്ട്. PLAയിൽ നിന്നും ഷീ ജിൻപിങ് 101 മുതിർന്ന PLA നേതാക്കളെ പിരിച്ചുവിട്ടിട്ടുണ്ടെന്നാണ്. വാസ്തവത്തിൽ 2022 PLA ജനറൽമാരായിരുന്നതോ അതിനുശേഷം 3 സ്റ്റാർ റാങ്കുകളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചതോ ആയ 47 നേതാക്കളിൽ 47 പേരിൽ 41 പേരെയും പിരിച്ചുവിട്ടതായി അല്ലെങ്കിൽ പിരിച്ചുവിട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ യുദ്ധ പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നൂതന കഴിവുകളുടെ വികസനം ത്വരിതപ്പെടുത്തുന്നതിനും ദേശീയ പരമാധികാരം, സുരക്ഷ, വികസന താൽപര്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള തന്ത്രപരമായ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പണം ഉപയോഗിക്കുമെന്ന് സർക്കാർ പ്രസ്താവിച്ചു. സൈന്യത്തിന്റെ 15ാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപീകരണത്തെയും ഇത് മുന്നോട്ട് കൊണ്ടുപോകും. പ്രധാന പ്രതിരോധ പദ്ധതികൾ നടപ്പിലാക്കുകയും സൈനിക സിദ്ധാന്തങ്ങൾ നവീകരിക്കുകയും ചെയ്യും. ദേശീയ പ്രതിരോധവുമായി ബന്ധപ്പെട്ട സൈനിക സിവിലിയൻ മേഖലകളിൽ സർക്കാർ പരിഷ്കാരങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുകയും പ്രതിരോധ വ്യവസായങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുകയും സംയോജിത തന്ത്രങ്ങളും തന്ത്രപരമായ കഴിവുകളും ഏകീകരിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യും. ദേശീയ പ്രതിരോധ സമാഹരണവും വിദ്യാഭ്യാസ സംവിധാനങ്ങളും മെച്ചപ്പെടുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.